പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവവചനവുമായി ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം അനുവദിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം, അല്ലേ? സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നാം പഠിച്ചത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും, ദൈവത്തിൻ്റെ സമാധാനവും കൃപയും ഒക്കെ നമുക്കുണ്ടാവട്ടെ. വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കാം. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം തന്നെ 1-ാം അധ്യായം തന്നെ അതിൻ്റെ 16-ാമത്തെ വചനമാണ്. The letter of Saint Paul to the Romans chapter 1 verse 16. അതിങ്ങനെയാണ് പറയുന്നത്: സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുകയാണ്, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവശക്തിയാണ്. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. I am not ashamed of the gospel. It is the power of God for salvation to everyone who has faith, to the Jew first and also to the Greek. Which means to everyone in the world, it is the gospel for the salvation of your and my soul. Yours and my soul. അത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുകയോ സുവിശേഷം കേൾക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് വിരമിക്കരുത്. സുവിശേഷം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും. കാരണം അത് കർത്താവിൻ്റെ വിശേഷമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം എന്നിൽ നിറയാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തോട് നമുക്കൊരു മമതയുണ്ടാവട്ടെ. ദൈവവചനത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സുവിശേഷത്തെ പറ്റി പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ മാത്രമല്ല, ഞാനും ലജ്ജിക്കുന്നില്ല എന്ന് ഞാനും നിങ്ങളോട് പറയുന്നു. സുവിശേഷം പ്രസംഗിക്കുക, സുവിശേഷം കേൾക്കുക, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അത് എനിക്കും മറ്റുള്ളവർക്കും അത് വലിയ ശക്തിയായി അത് മാറും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.